മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസ പട്ടികയുമായി ബന്ധപ്പെട്ട സമരം ശക്തമാക്കാൻ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ഈ മാസം 13-ാം തീയതി വയനാട് കളക്ടറേറ്റ് ഉപരോധിക്കാനാണ് തീരുമാനം. ആധാർ കാർഡ് അടക്കമുള്ള രേഖകൾ ജില്ലാ കളക്ടർക്ക് തിരികെ നൽകിയാകും പ്രതിഷേധമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ദുരന്തബാധിതരുടെ ഗുണഭോക്തൃ പട്ടികയിൽ അർഹരായ പലരും ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ ആരോപണം. വീടിനായി സർക്കാർ ഒപ്പിട്ട് നൽകാൻ ആവശ്യപ്പെട്ട സമ്മതപത്രത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത പല ഉപാധികളുമുണ്ടെന്ന് ചെയർമാൻ നസീർ ആലക്കൽ. നശിച്ചുപോയ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം സർക്കാരിൽ നിക്ഷിപ്തമാക്കുന്ന വിധത്തിലാണ് സമ്മതപത്രം തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് ആരോപണം. നമുക്ക് ഈ ഉള്ള സാധനങ്ങൾ എല്ലാ ജംഗമ വസ്തുക്കളും അതിൽ പറയുന്ന അങ്ങനെയാണ്, നമുക്കുള്ള എല്ലാ സാധനങ്ങളും തിരിച്ച് സർക്കാരിൽ നിക്ഷിപ്തമാണെന്ന് പറയുന്നത്. നോക്കി ഒരു വീട് കുറച്ചൊക്കെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ വാസയോഗ്യമല്ലെങ്കിലും കുറച്ച് അവരതിൻ്റെ ജനവാതിലും ഫ്രണ്ട് ജനവാതിലും വാതിൽക്കട്ടിലും പൊളിച്ചു നൽകണം, എന്നാലേ വീട് നൽകുള്ളൂ എന്നൊക്കെ പറയുന്നത്. മുണ്ടക്കൈ ചൂരൽമല ജനകീയ സമിതിയും ജനശബ്ദം നടത്തുന്ന സമരവുമായി കൈകോർക്കണമെന്നും ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. 12-ന് പടവട്ടിക്കുന്ന് നിവാസികളും ദുരന്ത ഭൂമിയിൽ സമരം നടത്തുന്നുണ്ട്. ഇവരെ ദുരന്തബാധിതരായി പരിഗണിക്കാത്തതിലാണ് പ്രതിഷേധം. 13-നാണ് ജനശബ്ദത്തിന്റെ കളക്ടറേറ്റ് ഉപരോധം. 24 വയനാട്.